എന്താ? ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ജയൻ സാർ വന്നിട്ടുണ്ട്. ജയനോ? എവിടെ? നീ എന്താ ഇവിടെ? ഇതാരാ? ഇതെന്റെ സുഹൃത്താ. നമുക്ക് സൗകര്യമായിട്ടൊരു സ്ഥലത്തേക്ക് മാറാം. പറയൂ, നിങ്ങൾ ആരാ? എന്താ പ്രശ്നം? എന്റെ പേര് ചന്ദ്രൻ. ഗറില്ല ചന്ദ്രൻ. അത് ശത്രുക്കൾ വിളിക്കുന്നതാ. സാർ എന്നെ അറിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു പഴയ തൊഴിലാളിയാ. വലിയ തമ്പുരാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തില്ലേ തെക്കൻ കുറുപ്പ് പ്ലാന്റേഷൻ? ഓ, അവിടുന്ന് വരികയാണല്ലേ? എസ്റ്റേറ്റിൽ ഇപ്പൊ സമരമല്ലേ? അതെ സാർ, 6 മാസമായി. ഞാനാണ് യൂണിയൻ നേതാവ്. പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം എല്ലാം കുഴപ്പമായി. കുറെ പേരെ പിരിച്ചുവിട്ടു, ബാക്കിയുള്ളവരുടെ കൂലി വെട്ടിക്കുറച്ചു. 6 മാസമായി തൊഴിലാളികൾ പട്ടിണിയിലാണ്. മുഖ്യമന്ത്രിയല്ലേ ഉടമസ്ഥൻ. പോലീസും ലേബർ കോടതിയും ഞങ്ങൾക്കെതിരാണ്. നാളെ രാത്രി മുഖ്യമന്ത്രിയും രാജശേഖരനും കൂടി തോട്ടത്തിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വരവ് പരമരഹസ്യമായിരിക്കും. പോലീസ് എസ്കോട്ട് പോലും ഇല്ലാതെയാണ് വരുന്നത്. എനിക്ക് കുറെ പണം ഓഫർ ചെയ്ത് തൊഴിലാളികളെ പറ്റിക്കാനാണ് അവരുടെ പരിപാടി. ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും രാജശേഖരനെയും ഞങ്ങൾ ഘെരാവ് ചെയ്യും. അല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് അനുകൂലമായ ശമ്പള കരാർ മുഖ്യനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാണ് പരിപാടി. ആ എഗ്രിമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റും മുഖ്യൻ ഒപ്പിടുന്ന ഫോട്ടോയും പത്രത്തിൽ കൊടുക്കും. പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതുവരെ ഘെരാവ് തുടരും. സന്ധ്യയാവുമ്പോഴേ തോട്ടത്തിലെ ടെലിഫോൺ ലൈനുകൾ ഞങ്ങൾ കട്ട് ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ പോലീസ് ഇതറിയാനിടയായാൽ എല്ലാം തകരും. ഇവിടുന്ന് ഒരു ഉപകാരം ചെയ്താൽ മതി. ഒരു കാരണവശാലും പോലീസിനെ അയക്കരുത്. ബാക്കിയൊക്കെ ഞങ്ങളേറ്റു. ഇത് അസൽ ഗറില്ല യുദ്ധം പറയാണല്ലോ. ഇയാളുമല്ല ക്യൂബയിലോ വിയറ്റ്നാമിലോ ജനിക്കേണ്ടതായിരുന്നു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സാറിന് നല്ലൊരു പ്രതിഫലവും തരും. വേണ്ട, പ്രതിഫലം വേണ്ട. പറഞ്ഞതുപോലെ ചെയ്യാം ജയന് വേണ്ടി. അതല്ല സാർ, പ്രതിഫലം എന്താന്ന് കേട്ടാൽ സാർ വേണ്ടെന്ന് പറയില്ല. സാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA. സാറുമായി വലിയ ടച്ചുള്ള ആളല്ല, അദ്ദേഹം ഞങ്ങളുടെ ആളാ. എന്താവശ്യം വന്നാലും അദ്ദേഹം സാറിന്റെ കൂടെ നിൽക്കും. ഞാൻ ഉറപ്പ് തരാം. ആളിന്റെ പേരിപ്പോൾ പറയില്ല, സമയം വരുമ്പോൾ പറയാം.